പ്രിയപ്പെട്ടവരെ, തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരിയായ കുംഭകോണത്തെ 4 പ്രധാന പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചക്രപാണി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. സൂര്യൻ്റെ തേജസ്സും മഹാവിഷ്ണുവിൻ്റെ ശക്തിക്കും സമന്വയമായ ഈ ക്ഷേത്രം ഭക്തരുടെ മനസ്സിൽ സ്ഥാനം നേടിയ ക്ഷേത്രമാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. ചക്രപാണി ക്ഷേത്രം പ്രധാനമായും ശ്രീ മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഭഗവാൻ ചക്രപാണി രൂപത്തിൽ പ്രത്യക്ഷനാകുന്നു, അതായത് സുദർശന ചക്രം കയ്യിൽ ധരിക്കുന്ന ദിവ്യരൂപം. ഐതിഹ്യപ്രകാരം സൂര്യനും സുദർശന ചക്രവും തമ്മിൽ ശക്തിയുടെ മഹത്വം തെളിയിക്കാൻ നടന്ന പോരാട്ടത്തിന് ശേഷം സുദർശന ചക്രത്തിന്റെ ശക്തി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനാൽ ഈ ക്ഷേത്രത്തിൽ സൂര്യനെയും ആരാധിക്കുന്നു. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ശില്പകലയുടെ അതുല്യ ഉദാഹരണമാണ്. ഇവിടുത്തെ പ്രധാന സവിശേഷത ഗർഭഗൃഹം ഉയർന്ന നിലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് ക്യാമറ അനുവദനീയമല്ല. തൂണുകളിലെ സൂക്ഷ്മമായ ശില്പങ്ങളും ഗോപുരത്തിലെ ദൈവീക ചിത്രങ്ങളും സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ സൂര്യന്റെ കിരണങ്ങൾ നേരിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ പതിക്കുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു. സുദർശന ചക്രത്തിന് പ്രത്യേക പൂജകൾ നടക്കുന്നു. ബ്രഹ്മോത്സവവും സൂര്യപൂജയും, വർഷം മുഴുവൻ നിരവധി ഉത്സവങ്ങൾ. ഈ സമയത്ത് ദീപാലങ്കാരങ്ങൾ തെളിയും. ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തും. ദൈവീക ശക്തിയും ശില്പകലയുടെ മഹിമയും ഒരുമിക്കുന്ന ഈ ചക്രപാണി ക്ഷേത്രം കുംഭകോണത്തിലെ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ്. കുംഭകോണത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരമാണിത്. ശ്രീ ഉപ്പിലിയപ്പൻ പെരുമാൾ തിരുക്കോവിൽ വിഷ്ണു ക്ഷേത്രമാണ്. എന്നാൽ ഗോപുരത്തിൽ തന്നെ ശിവശിവ എന്നെഴുതിയിരിക്കുന്നു. ഇവിടെ വിഷ്ണുവും ശിവനും ഒന്നാണെന്നും ഏകത്വത്തിന്റെ പ്രതീകമാണെന്നും വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രം ചോളരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണെന്ന് കരുതപ്പെടുന്നു. ദ്രാവിഡ ശൈലിയിലുള്ള ശില്പകലയും വലിയ ഗോപുരങ്ങളും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതകളാണ്. വിഷ്ണുവിനെ ഇവിടെ ഉപ്പിലിയപ്പൻ ആയി ആരാധിക്കുന്നു. കുതിര വലിക്കുന്ന ഒരു രഥം പോലെ ഈ മണ്ഡപത്തെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവങ്ങൾ ബ്രഹ്മോത്സവവും വൈകുണ്ഠ ഏകാദശിയുമാണ്. പങ്കുണി മാസത്തിലെ രഥോത്സവവും വളരെ ഭംഗിയോടെ നടക്കുന്നു. നോക്കൂ, ഒറ്റക്കല്ലിൽ തീർത്ത മനോഹരമായ രഥചക്രം എത്ര സൂക്ഷ്മതയോടെ നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷിക്ക് ഒരാഗ്രഹമുണ്ടായി. മഹാലക്ഷ്മി തന്റെ മകളായി ജനിക്കണമെന്നും മഹാവിഷ്ണു മരുമകനാകണമെന്നും. മാർക്കണ്ഡേയ മഹർഷി ഘോര തപസ് തുടങ്ങി. വർഷങ്ങളോളം തപസ് ചെയ്തു. മഹാലക്ഷ്മി ഒരു കുഞ്ഞായി തുളസിച്ചെടിയുടെ കീഴിൽ ജനിച്ചു. മഹർഷി ആ കുഞ്ഞിനെ വളർത്തി. ഒരു ദിവസം ഒരു വയോധിക ബ്രാഹ്മണൻ അവളെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മഹർഷി പറഞ്ഞു, എൻ്റെ മകൾക്ക് ഉപ്പ് ചേർത്ത പാചകം ചെയ്യാൻ പോലും അറിയില്ലെന്ന്. ഉപ്പില്ലാത്ത ഭക്ഷണം മതിയെന്ന് ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു. അപ്പോൾ മഹർഷിക്ക് മനസ്സിലായി ഇത് മഹാവിഷ്ണുവാണെന്ന്. അങ്ങനെ വിഷ്ണു മഹാലക്ഷ്മി വിവാഹം കഴിച്ചു. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഉപ്പില്ലാത്ത നൈവേദ്യമാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നും എപ്പോഴും ഉള്ളത്. ഉപ്പിലിയപ്പൻ കോവിലിൽ നിന്നും പുറത്തിറങ്ങി കുംഭകോണം എന്ന നഗരത്തിന്റെ ഹൃദയത്തിലൂടെയാണ് നടത്തം. ഇവിടെ നിന്നും 1 കിലോമീറ്റർ നടന്നാൽ ആദികുംഭേശ്വരം ക്ഷേത്രത്തിൽ എത്താൻ കഴിയും. ഈ ഭാഗം മുഴുവൻ മാർക്കറ്റാണ്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഒരു കാലത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നത്. അവർക്ക് വേണ്ട സാധനങ്ങൾ വിറ്റിരുന്ന സ്ഥലങ്ങൾ കാലക്രമേണ വിപുലമായ മാർക്കറ്റായി മാറിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ധാരാളം രഥങ്ങൾ കിടക്കുന്നുണ്ട്. പ്രധാന ഉത്സവമായ രഥോത്സവ സമയത്ത് കുംഭേശ്വരനെ രഥത്തിലിരുത്തി ഭക്തർ കയറ് പിടിച്ച് രഥം വലിക്കും. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തെരുവുകളിലൂടെ ഘോഷയാത്ര നടത്തും. ഇത് ഭക്തർക്കായി ദൈവം പുറത്തേക്ക് വരുന്നു എന്ന അനുഭവമാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ഇടനാഴിയിലൂടെ 2 സൈഡിലും കടകളാണ്. വളരെ നീളമുള്ള സ്ഥലമാണിത്. ഇതൊരു ടെമ്പിൾ ബസാർ സ്ട്രീറ്റാണ്. പഴയകാലത്ത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ആർത്ഥിക കേന്ദ്രം. വ്യാപാരം, പണം, ജോലി, വരുമാനം എല്ലാം ഒരു കാലത്ത് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നടന്നിരുന്നത്. ഇവിടെ നിന്നും ക്ഷേത്ര ആവശ്യത്തിനും വീട്ടാവശ്യങ്ങൾക്കും എന്ത് വേണമെങ്കിലും വാങ്ങാൻ കഴിയും. പ്രളയകാലം ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരുന്ന ആ സമയത്ത് ഒന്നും അവശേഷിച്ചിരുന്നില്ല. സൃഷ്ടിയെ വീണ്ടും ആരംഭിക്കാൻ ബ്രഹ്മാവ് ഒരു വിശുദ്ധ കുംഭം, അതായത് ഒരു കലശം തയ്യാറാക്കി. ആ കുംഭത്തിനുള്ളിൽ ജീവന്റെ വിത്തുകളും വേദങ്ങളും അമൃതവും അദ്ദേഹം നിറച്ചു. പ്രളയജലത്തിൽ ആ കുംഭം ഒഴുകി നടന്നു. കാലം കടന്നു. അവസാനം ആ കുംഭം എത്തി നിന്നത് ഇവിടെയാണ്, ഈ കുംഭകോണത്ത്. അപ്പോൾ സൃഷ്ടിയുടെ പുതിയ തുടക്കത്തിനായി ശിവൻ തന്റെ അമ്പുകൊണ്ട് കുംഭത്തെ തകർത്തു.
ആ കുംഭത്തിനകത്തുണ്ടായിരുന്ന അമൃതവും വിത്തും വേദങ്ങളും ഈ മണ്ണിൽ വീണു. ഇവിടെ ഒരു സ്വയംഭൂ ലിംഗമുണ്ടായി. അതാണ് ഇന്നത്തെ ആദി കുംഭേശ്വരൻ. കുംഭം പൊട്ടിയ കോണം, അങ്ങനെയാണ് കുംഭകോണം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു കുളം കാണാം. പൊൻതാമരി കുളം എന്നാണ് പേര്. പുരാതന കാലത്ത് ഈ കുളം വിശുദ്ധ സ്നാനത്തിനും ആചാരങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റിലുമായി 9 ഗോപുരങ്ങൾ കാണാം. കിഴക്കൻ ഗോപുരം ഏകദേശം 9 നിലകളുള്ള വലിയ ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മാണം. ആനയെ കാണുമ്പോൾ എപ്പോഴും അത്ഭുതമാണ്. ഇവിടെ ഒരുത്തനെ കുളിപ്പിക്കുകയാണ്. ഇവിടുത്തെ ശില്പകലയും നിർമ്മാണ ശൈലിയും നോക്കിയാൽ തന്നെ ചോള കാലഘട്ടത്തിന്റെ മഹത്വം മനസ്സിലാകും. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ശിവനെയാണ് ആരാധിക്കുന്നത്. അദ്ദേഹമാണ് ആരാധനാമൂർത്തി. അദ്ദേഹം കുംഭേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മണ്ണും അമൃതവും ചേർന്നുണ്ടായ സ്വയംഭൂ വിഗ്രഹം. ഈ കൊടിമരത്തിന് അപ്പുറത്തേക്ക് ക്യാമറ അനുവദനീയമല്ല. ചില ക്ഷേത്രങ്ങളിൽ കൊടിമരത്തിനുള്ളിലെ ഗോപുരം കടക്കുന്നതുവരെയും ക്യാമറ അനുവദിക്കും. ഗർഭഗൃഹത്തിന് അടുത്തുവരെ നമുക്ക് ക്യാമറയുമായി പോകാൻ കഴിയും. ക്ഷേത്രാചാരങ്ങളെ മാറ്റാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഈശ്വരനെ കാണാൻ എല്ലാവർക്കും അവകാശമില്ലേ? ഇവിടെ കാണുന്ന ഓരോ മണ്ഡപവും ഓരോ കഥ പറയുന്നു. ചോളരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം വികസിപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ പ്രധാന ദേവി മംഗളാംബികയാണ്. ഇവിടുത്തെ ദർശനം ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ തൂണുകളും ശില്പങ്ങളും വളരെ സൂക്ഷ്മതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഭാഗവും ശില്പിയുടെ ജീവത്യാഗത്തിന്റെ പ്രതിഭയുടെ സ്മരണീയകളാണ്. ഇവിടെ പ്രശസ്തമാക്കുന്നത് മഹാകുംഭം ഉത്സവമാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമഹ ഉത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. ഇത് പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുമായി താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു ആത്മീയ ആഘോഷമാണ്. തലയ്ക്ക് മുകളിൽ തീക്കാറ്റ് വീശുന്ന ചൂടാണ്. ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. സൃഷ്ടിയുടെ കഥയും വിശ്വാസത്തിന്റെ ആഴവും ഒത്തുചേരുന്ന ഒരു അത്ഭുത സ്ഥലമാണ് ആദികുംഭേശ്വര ക്ഷേത്രം. കുംഭകോണത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ സാരംഗപാണി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാജഗോപുരം 173 അടി ഉയരം ഉള്ളതാണ്. നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ പല നിലകളിലും ഹിന്ദുപുരാണങ്ങളിലെ അനവധി ദേവതാരൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. അകത്തേക്കുള്ള വാതിൽ തന്നെ വിശാലവുമാണ്. മൂലക്ഷേത്രം ഒരു രഥത്തിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുതിരകൾ വലിക്കുന്ന ഒരു രഥം പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഭഗവാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ അപൂർവമായ ഒരു നിർമ്മാണ ശൈലിയാണ്. ചോളകാലത്ത് 11-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും കുലോത്തുംഗ ചോളൻ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. പിന്നീട് വിജയനഗര സാമ്രാജ്യവും നായ്ക്കർ ഭരണാധികാരികളും ക്ഷേത്രം കൂടുതൽ വിപുലീകരിച്ചു. ഇന്നത്തെ ഭംഗിയാർന്ന രൂപം അന്നത്തെ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. നോക്കൂ, ഇവിടുത്തെ തൂണുകളുടെ നിർമ്മാണം അത് വെറും താങ്ങുകളല്ല, മൺമറഞ്ഞുപോയ ശില്പികളുടെ പ്രതിഭയാണ്. സന്നിധിയുടെ കവാടത്തിൽ വലിയ ദ്വാരപാലകർ നിലകൊള്ളുന്നു. അത് ഭഗവാൻ സാരംഗപാണി വിശ്രമിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. സാരംഗം എന്നത് വില്ലും പാണി എന്നത് കയ്യും എന്നർത്ഥം. കയ്യിൽ വില്ലുമായി വന്ന വിഷ്ണുവിന്റെ അവതാരമാണ് ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രധാനമായും 2 ഗോപുരങ്ങളും ധാരാളം മണ്ഡപങ്ങളും കാണാം. ഒരിക്കൽ ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് മഹാനെന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആദ്യം ബ്രഹ്മാവിനെയും ശിവനെയും സന്ദർശിച്ചു. പിന്നീട് വിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലേക്കെത്തി. അവിടെ വിഷ്ണു വിശ്രമത്തിലായിരുന്നു. കോപിതനായ മഹർഷി ഭഗവാന്റെ നെഞ്ചിൽ കാലുകൊണ്ട് അടിച്ചു. അതിശക്തമായ വേദനയുണ്ടായിട്ടും വിഷ്ണു കോപിച്ചില്ല. പകരം അദ്ദേഹം മഹർഷിയുടെ കാലുകൾ പിടിച്ചു പറഞ്ഞു, മഹർഷി, അങ്ങയുടെ കാലുകൾ വേദനിച്ചോ? ഈ വിസ്മയം കണ്ട് എല്ലാവരും അതിശയിച്ചു. ഇത് കണ്ട് മഹാലക്ഷ്മി വളരെ കോപിച്ചു. വിഷ്ണുവിന്റെ നെഞ്ചത്താണ് അവളുടെ വാസസ്ഥലം. കോപിഷ്ഠയായ അവൾ വൈകുണ്ഠം വിട്ട് ഭൂമിയിലെത്തി. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏകദേശ രൂപം. ഇവിടെ രഥോത്സവത്തിന് രഥം കെട്ടിവലിക്കാനുള്ള കയറാണ് ഈ കാണുന്നത്. അതിന്റെ ഘനം നോക്കൂ. ഭൂമിയിൽ മഹാലക്ഷ്മി കോമളവല്ലി തായാർ എന്ന പേരിൽ ജനിച്ചു. കുംഭകോണത്തിൽ വളർന്നു. മഹാലക്ഷ്മിയെ നേടാനായി വിഷ്ണു ഭൂമിയിലേക്ക് വന്നു. അദ്ദേഹം രഥത്തിലെത്തി കോമളവല്ലിയെ വിവാഹം കഴിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം രഥത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം 108 ദിവ്യദേശങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. കുംഭകോണത്തെത്തുമ്പോൾ കണ്ടിരിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സാരംഗപാണി ക്ഷേത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.